ചാലക്കുടിയിൽ ഫിനാൻസ് സ്ഥാപനത്തിൽ പണയം വെച്ച് സ്വർണം തിരിച്ചെടുക്കാമെന്ന് വിശ്വസിപ്പിച്ച് മുക്കുപണ്ടം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ കുപ്രസിദ്ധ തട്ടിപ്പുകാരൻ പിടിയിൽ. വാടനാപ്പള്ളി സ്വദേശി പുത്തൻവീട്ടിൽ ഇല്യാസാണ് ചാലക്കുടി പോലീസിന്റെ പിടിയിലായത്. 20ഓളം തട്ടിപ്പ് മോഷണ കേസുകളിൽ പ്രതിയായ ഇയാൾ വാടനപ്പള്ളി സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലും ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് അറിയിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഫിനാൻസ് സ്ഥാപനങ്ങളും ജ്വല്ലറികളും കേന്ദ്രീകരിച്ച് സമാന രീതിയിൽ നിരവധി തട്ടിപ്പുകൾ നടത്തിയതായി അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. 2026 മാർച്ച് 11 ചാലക്കുടി മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്ത് വെച്ചാണ് അവസാനമായി തട്ടിപ്പ് നടന്നത്. ഒലീവിയ ഗ്രാമീൺ ക്രെഡിറ്റ് എന്ന സ്ഥാപനത്തിൽ പണയം വെച്ച 28 ഗ്രാം സ്വർണം തിരിച്ചെടുക്കാനെന്ന പേരിൽ 3,21,000 രൂപ ബിനോജ് പോളിൽ നിന്ന് ഇയാൾ കൈപ്പറ്റിയതായി പരാതിയുണ്ട്. പിന്നീട് സ്വർണത്തിന് പകരം മുക്കുപണ്ടം നൽകിയ ശേഷം പ്രതി മുങ്ങുകയായിരുന്നു. സംസ്ഥാന വ്യാപകമായി സമാന തട്ടിപ്പുകൾ നടത്തിയതിനാൽ ജ്വല്ലറി ഫിനാൻസ് ഉടമകൾ തമ്മിൽ രൂപീകരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഇല്യാസിന്റെ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴയിലെ ഒരു ഫിനാൻസ് സ്ഥാപനത്തിലെത്തിയപ്പോൾ ഉടമ ഇയാളെ തിരിച്ചറിയുകയും സുഹൃത്തുക്കളുടെ സഹായത്തോടെ പിടികൂടി പോലീസിനെ കൈമാറുകയും ചെയ്തു. ചാലക്കുടി, വലപ്പാട്, മാള, തൃശൂർ ഈസ്റ്റ്, എറണാകുളം, അങ്കമാലി, കുത്തിയതോട് തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 18 തട്ടിപ്പ് കേസുകളും 2 മോഷണ കേസുകളും ഇയാളുടെ പേരിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SHO ശശികുമാർ, SI വിശാഖ്, ASI രജനി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. ചാലക്കുടി പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർ നടപടികൾ പൂർത്തിയാക്കി ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അധികൃതർ അറിയിച്ചു.